ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോസീൽ ആണ്. അപ്പൊ ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ക്രോട്ടം ഇല്ല, സ്ക്രോട്ടത്തിന് ഒരു സ്വെല്ലിംഗ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്ക്രോട്ടൽ സ്വെല്ലിംഗ് ആണ് ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ബിഫോർ വി മൂവ് ടു ടോപ്പിക്, ലെറ്റ് us know about the anatomy of scrotum. അപ്പോ സ്ക്രീൻ കാണാവോ? ഓക്കെ. അപ്പോ ഈ സ്ക്രോട്ടത്തിന്റെ നമുക്കറിയാലോ, നമ്മുടെ ടെസ്റ്റിസിനെ കവർ ചെയ്യുന്ന സാക്കിന്റെ പേരാണ് സ്ക്രോട്ടം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനൊരു ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു 5 ലേയേഴ്സ് ഉണ്ട്. അതാണ് ഇത്. ഫ്രം ഔട്ടർ യു കെൻ സി എ സ്കിൻ, ഒരു സ്കിൻ ഉണ്ട്. പിന്നെ അടുത്ത ലെയർ ഡാർട്ടോസ് മസിൽ, പിന്നെ ഒരു എക്സ്റ്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ, പിന്നെ ഒരു ക്രെമാസ്റ്റർ മസിൽ, പിന്നെ ഒരു ഇന്റർണൽ സ്പെർമാറ്റിക് ഫേഷ്യ, പിന്നെയാണ് ട്യൂനിക്ക വജനാലിസ്. ഈ ലെയർ ഓർത്ത് വെച്ചാണ് ട്യൂനിക്ക വജനാലിസ്. ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് ട്യൂനിക്ക വജനാലിസ്. ഈ ട്യൂനിക്ക വജനാലിസിന് 2 ലേയേഴ്സ് ഉണ്ട്, ഒരു വിസറൽ ലെയറും പറൈറ്റൽ ലെയർ. നമ്മള് പ്ലൂറൽ അതേ ഇതുപോലെ പ്ലൂറൽ വിസറലും പറൈറ്റൽ ലെയർ അതുപോലെ സെയിം. ട്യൂനിക്ക വജനാലിസ് has 2 layers, visceral and parietal layers. അപ്പൊ ഇതാണ് ഇതിന്റെ ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ലേയേഴ്സിന് ഓർത്ത് വെക്കുന്ന ഒരു വഴി എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഒരു നിമോണിക് ഉണ്ട്, സം ഡേഞ്ചറസ് ഇംഗ്ലീഷ് മെൻ കോൾഡ് ഇറ്റ് ദ ടെസ്റ്റിസ്. അതിൽ എസ് ഫോർ സ്കിൻ, ഏറ്റവും ഔട്ടർ ലെയർ സ്കിൻ ആയിരിക്കും സ്ക്രോട്ടത്തിന്റെ. ദെൻ കംസ് ദി ഇന്നർ ലെയർ ഡാർട്ടോസ് മസിൽ, പിന്നെ ഇ ഫോർ എക്സ്റ്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ, സി ഫോർ ക്രിമാസ്റ്ററിക് ഫേഷ്യ, ഐ ഫോർ ഇന്റേണൽ സ്പെർമാറ്റിക് ഫേഷ്യ, ടി ഫോർ ട്യൂനിക്ക വജനാലിസ്, ആൻഡ് അവസാന ടി ഫോർ ട്യൂനിക്ക അൽബുജിന. ഈ ട്യൂനിക്ക അൽബുജിന ആണെന്ന് തോന്നുന്നു ഏറ്റവും ഇന്നമോസ്റ്റ് ലെയർ, വിസറൽ ലെയർ ആണെന്ന് തോന്നുന്നു ഈ ട്യൂനിക്ക അൽബുജിന എന്ന് പറഞ്ഞത്. എനിവേസ് നമുക്ക് ട്യൂനിക്ക വജനാലിസ് അറിഞ്ഞിരുന്നാൽ മതി, വിസറലും പറൈറ്റൽ ലെയർ. ഓക്കെ, നോർമലി ബിഫോർ ബർത്ത് നമ്മുടെ ടെസ്റ്റിസിന്റെ ഡെവലപ്മെന്റ് സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡയഗ്രം കണ്ടോ, ഇങ്ങനെയാണ് ടെസ്റ്റിസ് ഇരിക്കേണ്ടത്. ടെസ്റ്റിസിന്റെ ബാക്കിൽ ഇതുപോലെ ഒരു ലെയർ ഉണ്ട്, പ്രോസസസ് വജനാലിസ്. ഈ സാധനം ഓക്കെ, ഇതാണ് പ്രോസസസ് വജനാലിസ് ബിഫോർ ബർത്ത്. ഈ സാധനം വെച്ചാൽ ഇറ്റ് ഹാസ് കണക്ഷൻ വിത്ത് ദി പെരിറ്റോണിയൽ ക്യാവിറ്റി. ഓക്കെ, ഈ സംഭവം ജനിച്ചു കഴിയുമ്പം സാധാരണ ആഫ്റ്റർ ബർത്ത് ഇത് ഒബ്ലിറ്ററേറ്റ് ആവും. കണ്ട, ഈ സാധനം പ്രോസസ് വജനാലിസ് ഒബ്ലിറ്ററേറ്റ് ആയിട്ടിരിക്കും. എന്ന് വെച്ചാൽ പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവത്തില്ല. ഇതാണ് സാധാരണ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇതാണ് യൂഷ്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ബിഫോർ ഡെവലപ്മെന്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, പ്രോസസ് വജനാലിസ്. ആഫ്റ്റർ ദി ബർത്ത് ഇറ്റ് വിൽ ബി ഒബ്ലിറ്ററേറ്റഡ്, ഇറ്റ് വിൽ ബി ക്ലോസ്ഡ്. ഈ ബാക്കി ലെയർ ആണ് നമ്മൾ ഈ പറഞ്ഞ ട്യൂനിക്ക വജനാലിസ്. ഓക്കെ, ഇനി വേറൊരു ഡയഗ്രാം കണ്ടോ, ട്യൂനിക്ക വജനാലിസ് ഇതാണ് നമ്മുടെ ടെസ്റ്റിസ്. അതിന്റെ തൊട്ട് ബാക്കിൽ ഈ മഞ്ഞ സാധനമാണ് ട്യൂനിക്ക വജനാലിസ്. മുകളിൽ അത് ഒബ്ലിറ്ററേറ്റ് ആയിരിക്കും, തൊട്ട് മുകളിൽ പെരിറ്റോണിയം ഉണ്ട്, അത് കണക്ഷൻ ക്ലോസ്ഡ് ആയിരിക്കും, അത് നോക്കണ്ട. ഓക്കെ, അപ്പോ ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞാല്, ഓക്കെ, ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞാല് if there is a collection of fluid between the 2 layers of tunica vaginalis of testis. അതിനകത്ത് പറഞ്ഞില്ല ട്യൂനിക്ക വജനാലിസ്. അപ്പൊ 2 ലെയർ ഇല്ലേ, പറൈറ്റലും വിസറലും, ഈ 2 ലെയേഴ്സിന്റെ ഇടയിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്, ഹൈഡ്രോസീൽ. ഓക്കെ, ഉണ്ടല്ലേ, ഇതാണ് ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞാൽ. ഒരു ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആണ് ആ ഭാഗത്ത്. ഇതിലുണ്ടാവാൻ കാരണം വെച്ചാൽ ഇത് ആക്ച്വലി ക്ലോസ്ഡ് ആണ്, പക്ഷെ ഒരു മൈൽഡ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും ഈ ഒരു ട്രാക്ട്. ഈ പ്രോസസ് മൈൽഡ് ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോൾ അതിലൊരു ഇങ്ങനെ ഫ്ലൂയിഡ് കണ്ട, ഈ ഫ്ലൂയിഡ് പാസ് ചെയ്ത് കയറിയിട്ടാണ് ഇവിടെ ഫില്ലായി വരുന്നത്. ഇതാണ് ഹൈഡ്രോസീൽ. കണ്ടല്ലേ, ഇത് വേറൊരു ഡയഗ്രാം ആണ്. ഈ ഒരു ഗ്രേ പർപ്പിളിഷ് പോർഷൻ അതാണ് ഫ്ലൂയിഡ് ആയിരിക്കും അത്. ഓക്കെ, അപ്പൊ ഇത് കാരണം ആ പേഷ്യന്റിന്റെ സ്ക്രോട്ടം ഒരു സ്വെല്ലിംഗ് പോലെ ഇരിക്കും. ഓക്കെ, ഇനി ഇത്തരമുള്ള അനാറ്റമി. Now let us move into the ഇതിന്റെ details. Hydrocele. Okay, so hydrocele, as we said, it is a collection of fluid between the 2 layers of tunica vaginalis of testis. അതിന് 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, കൺജനൈറ്റൽ ഉണ്ട്, അക്വയർഡ് ഉണ്ട്. ഓക്കെ, അക്വയർഡ് again is further divided into 2 types. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ കോസസ് പറയാം. കോസസ് എന്ന് പറഞ്ഞാല്, ഒരു മിനിറ്റ്, കാണാമോ നിങ്ങൾക്ക്? ഓക്കെ,
ഓക്കെ, കോസസിലേക്ക് പോകുന്ന മുമ്പ് ഞാൻ പറയാം. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സ്ക്രോട്ടൽ സ്വെല്ലിംഗ് എന്ന്. അപ്പോൾ പല കണ്ടീഷൻസ് ആവാം ഈ സ്ക്രോട്ടൽ സ്വെല്ലിംഗ്. അതിൽ പെയിൻഫുൾ കണ്ടീഷൻ ആവാം ഓർ പെയിൻലെസ് കണ്ടീഷൻ ആവാം. അതിലിപ്പോ പെയിൻലെസ് കണ്ടീഷൻ ആണ് ഈ ഹൈഡ്രോസീൽ എന്ന്. പെയിൻഫുൾ അല്ല, പെയിൻലെസ് ആയിരിക്കും ഹൈഡ്രോസീൽ. ഇറ്റ്സ് ജസ്റ്റ് എ ഫ്ലൂയിഡ് അക്യുമുലേഷൻ. വേറെ പല കണ്ടീഷൻസ് ആണ് ഇത് നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് പോലെ പറയാം. എപ്പിഡിഡിമൽ സിസ്റ്റ്, സ്പെർമാറ്റോസീൽ, ക്രോണിക് എപ്പിഡിഡിമോ ഓർക്കൈറ്റിസ്. ഓർക്കൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റിസിന് ഇൻഫ്ലമേഷൻ ആണ്. എപ്പിഡിഡിമിസ് നമ്മുടെ ടെസ്റ്റിസിന്റെ ബാക്കിലുള്ള ട്യൂബ് ആണ് എപ്പിഡിഡിമിസ്. അപ്പൊ രണ്ടും കൂടെ എന്തെങ്കിലും കണക്ഷൻ ഉള്ള ഇൻഫ്ലമേഷൻ ആണെങ്കിൽ അതാണ് ക്രോണിക് എപ്പിഡിഡിമോ ഓർക്കൈറ്റിസ്. പിന്നെ ട്യൂമർ ആവാം, ടെസ്റ്റിക്കുലർ ട്യൂമർ ആയിരിക്കാം, അല്ലെങ്കിൽ വേരിക്കോസീൽ. വേരിക്കോസീൽ ഒന്നുമില്ല, വേരിക്കോസീൽ മീൻസ് ഈ ടെസ്റ്റിസിന്റെ സ്ക്രോട്ടത്തിലേക്കുള്ള വെയിൻസ് ഇല്ലേ, പാപ്പിനിഫോം പ്ലെക്സസ് ഓഫ് വെയിൻസ്. അപ്പൊ നമ്മൾ വേരിക്കോസ് വെയിൻസ് പഠിച്ചില്ല, അതുപോലെ ഈ പാപ്പിനിഫോം പ്ലെക്സസ് ഓഫ് വെയിൻസിൽ എൻലാർജ്മെന്റ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഈ വേരിക്കോസീൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതെല്ലാം സ്ക്രോട്ടൽ സ്വെല്ലിങ്ങിനെ ഇമിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓരോ ഡിഡീസ് ആണ് ഹൈഡ്രോസീലിന്റെ. ഇത് പെയിൻലെസ് കണ്ടീഷൻസ് ആണ്. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് കാണിക്കുന്നത് പെയിൻഫുൾ കണ്ടീഷൻസ് ആയിരിക്കും, ലൈക്ക് ടോർഷൻ ടെസ്റ്റിസ്. ടെസ്റ്റിസ് ഇങ്ങനെ റൊട്ടേറ്റ് ആയി പോകുമ്പോൾ കണ്ടീഷനാണ് ടോർഷൻ ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ. അത് പെയിൻഫുൾ ആയിരിക്കും. പിന്നെ അക്യൂട്ട് എപ്പിഡിഡിമോ ഓർക്കൈറ്റിസ് ഇസ് ഓൾസോ പെയിൻഫുൾ. ഓക്കെ, ഇത്രയും അറിഞ്ഞിരുന്നാൽ കോസസ്. ഇനി ഇതിന്റെ എത്തിയോളജി പറയാം, കോസസ്. അപ്പോ ഈ പറഞ്ഞ ഹൈഡ്രോസീലിന്റെ കോസസ് നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദ സാക്ക്. ഈ സാക്കിന്റെ അകത്ത് ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു ഹൈഡ്രോസീൽ. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഹൈഡ്രോസീൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടൈപ്സിനകത്ത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അത് സെക്കൻഡറി ഹൈഡ്രോസീൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് യൂഷ്വലി ഡ്യൂ ടു എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദ സാക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ എറ്റിയോളജി എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് ഡിഫക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്യൂനിക്ക വജൈനാലിസ് ലെയർ ഇല്ലേ, ആ ലെയറിന്റെയും ഫ്ലൂയിഡിനെ അബ്സോർബ് ചെയ്യും സാധാരണ. അപ്പൊ അതിന് എന്തെങ്കിലും എൻഡോത്തീലിയൽ വോൾ ഡാമേജ് ഉണ്ടെങ്കിൽ ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്തില്ലല്ലോ. അപ്പൊ there will be defective absorption of the fluid. ഇതാണ് ഇത് സീൻ ഇൻ പ്രൈമറി ഹൈഡ്രോസീൽ. ഓക്കെ, അപ്പൊ പ്രൈമറി ഹൈഡ്രോസീലിനകത്ത് ഡിഫക്റ്റീവ് അബ്സോർപ്ഷനും സെക്കൻഡറി ഹൈഡ്രോസീലിനകത്ത് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാവും. വേറെ കോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ സാധാരണ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ഉണ്ടാവുമ്പം ലിംഫാറ്റിക് വെസൽസ് അതിനെ എന്ത് ചെയ്യും, ഡ്രെയിൻ ചെയ്യും. അതാണ് ലിംഫാറ്റിക് വെസൽസിന്റെ ഫംഗ്ഷൻ. അപ്പൊ അവിടുത്തെ ലിംഫാറ്റിക് വെസൽസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ എന്ത് സംഭവിക്കും, ആ ഡ്രെയിനേജ് ഉണ്ടാവത്തില്ല. ദാറ്റ് ഈസ് ഇന്റർഫിയറൻസ് വിത്ത് ദ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഓഫ് ദ സ്ക്രോട്ടൽ സ്ട്രക്ചേഴ്സ്. അത് കാരണം സ്വെല്ലിംഗ് ഉണ്ടാവാം. ദിസ് ഇസ് യൂഷ്വലി സീൻ ഇൻ ഫിലാരിയാസിസ്. നമുക്കറിയാലോ ഫിലാരിയാസിസ് എന്തുവാ, നമ്മുടെ ലിംഫ് നോസിനെ അഫക്ട് ചെയ്യുമല്ലേ ആ ഒരു കണ്ടീഷനിൽ. അപ്പോ ലിംഫാറ്റിക് ഡ്രെയിനേജ് അഫക്ട് ചെയ്യും. അതാണ് മൂന്നാമത്തെ കോസ്. വേറെ ഒരു കോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞില്ല ഈ ഒരു ആ ഒരു ലെയർ നമ്മുടെ പെർട്ടണൽ ക്യാവിറ്റി ആയിട്ട് കണക്ഷൻ ഉണ്ട് ബിഫോർ ബർത്ത്. അപ്പൊ ആ ഒരു സംഭവം ഒബ്ലിറ്ററേറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മുടെ പ്രോസസ് വജൈനാലിസ് ഒബ്ലിറ്ററേറ്റ് ആയില്ലെങ്കിൽ, അത് ഓപ്പൺ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ മുകളിലുള്ള അബ്ഡോമിനൽ ക്യാവിറ്റിയോ പെർട്ടണൽ ക്യാവിറ്റി ആയിട്ട് കണക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പൊ ആ കണക്ഷൻ കാരണം അബ്ഡോമിനൽ ഫ്ലൂയിഡ് അതുവഴി കയറി നമ്മുടെ സ്ക്രോട്ടൽ സാക്കിൽ ഫിൽ ചെയ്യും. അതാണ് കൺജനൈറ്റൽ ഹൈഡ്രോസീൽ. ഓക്കെ, ഇറ്റ് ഇസ് ഡ്യൂ ടു കണക്ഷൻ വിത്ത് ദി പെർട്ടണൽ ക്യാവിറ്റി. അതാണ് കൺജനൈറ്റൽ ഹൈഡ്രോസീൽ എന്ന് പറയുന്നത്. ഇതാണ് 4 കോസസ് ഓഫ് ഹൈഡ്രോസീൽ. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇനി ഇതിന്റെ ടൈപ്സ് പറയാം. അല്ല, ഇതിന്റെ കോമ്പോസിഷൻ. ഈ ഹൈഡ്രോസീൽ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് അല്ലേ, അപ്പൊ ഈ ഫ്ലൂയിഡിനകത്ത് ഒരു കോമ്പോസിഷൻ ഉണ്ട്. യൂഷ്വലി അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ സ്ട്രോ കളർ ഓർ ആംബർ കളേർഡ് ആയിരിക്കും ഈ ഹൈഡ്രോസീൽ ഫ്ലൂയിഡിന്റെ. ഓക്കെ, ഇനി അതിന്റെ കോമ്പോസിഷൻ ഒന്നുമില്ല. ഇതിനകത്ത് വാട്ടർ ഉണ്ടാവും ആസ് യൂഷ്വൽ, ഫൈബ്രിനോജൻ ഉണ്ടാവും, ഇൻഓർഗാനിക് സാൾട്ട് ഉണ്ടാവും, ആൽബുമിൻ ഉണ്ടാവും, ആൻഡ് കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് ഉണ്ടാവും. ഇതാണ് ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ഒരു ഫ്ലൂയിഡിന്റെ പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മളിപ്പോ ഇത് നമ്മൾ ഡ്രെയിൻ ചെയ്യുമല്ലേ, സർജറി സമയത്ത് നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്യുമല്ലേ ഈ ഫ്ലൂയിഡിനെ. ഈ ഫ്ലൂയിഡ് സാധാരണ ക്ലോട്ട് ചെയ്യത്തില്ല. നമ്മളൊരു കണ്ടെയ്നറിൽ കീപ്പ് ചെയ്യും, അത് ക്ലോട്ട് ആവത്തില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഫ്ലൂയിഡിനെ ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ആയിട്ട് കോൺടാക്റ്റിൽ വെക്കുമ്പം ഇത് ക്ലോട്ട് ആവും. ഇറ്റ് വിൽ ക്ലോട്ട് ഇമീഡിയറ്റ്ലി ഈവൻ ഇഫ് ഇറ്റ് കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. അതിൽ കാരണമൊന്നുമല്ല, കാരണം ഫ്ലൂയിഡിനകത്ത് എന്തുണ്ട്, ഫൈബ്രിനോജൻ. ഇവിടെ പറഞ്ഞില്ലേ ഫൈബ്രിനോജൻ, ഈ ഫൈബ്രിനോജൻ ക്ലോട്ടിംഗ് ഫാക്ടർ അല്ലേ. അപ്പൊ ആ ഒരു ഫാക്ടർ കാരണമാണ് ബ്ലഡുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ ദി ഫ്ലൂയിഡ് വിൽ ക്ലോട്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഇതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ടെന്ന് ഈ ഒരു ഫ്ലൂയിഡിനകത്ത്.
അപ്പൊ ചിലപ്പോൾ വൈവേക്ക് അവർക്ക് ചോദിക്കാം വേറെ ഏതൊക്കെ കണ്ടീഷൻസിൽ ഈ കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് ഉണ്ട്, വിച്ച് ഓൾ സ്വെല്ലിങ്സ് വിൽ ഓൾസോ കണ്ടെയ്ൻ കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ്. അപ്പൊ നമുക്ക് പറയാം എന്താ ബ്രാങ്കിയൽ സിസ്റ്റ്, ഡെന്റിജറസ് സിസ്റ്റ്. ബ്രാങ്കിയൽ സിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നെക്കിന്റെ അവിടെ വരുന്ന ഒരു സ്വെല്ലിംഗ് ആണ് ബ്രാങ്കിയൽ സിസ്റ്റ്. അത് നെക്ക് സ്വെല്ലിംഗ് അത്. അപ്പൊ അതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ടാവും. ഡെന്റിജറസ് സിസ്റ്റ് നമ്മുടെ പല്ലിന്റെ അവിടെ ടീത്തിന്റെ അവിടെ ഉണ്ടാകുന്ന ഒരു സ്വെല്ലിംഗ് ആണ്, അത് ഡെന്റൽ റിലേറ്റഡ് ആണ്. അപ്പൊ അതിനകത്തും ഈ സിസ്റ്റിനകത്തും കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് ഉണ്ടാവും. Okay, so name a few conditions where there are cholesterol crystals. One is hydrocele, branchial cyst, and dentigerous cyst. Okay. ഇനി അടുത്തത് ഇതിന്റെ ടൈപ്സ്. ഇത് ശ്രദ്ധിച്ചോണേ. ഞാൻ പറഞ്ഞല്ലോ പ്രൈമറി ഹൈഡ്രോസീൽ ഉണ്ട്, സെക്കൻഡറി ഹൈഡ്രോസീൽ ഉണ്ട്. പ്രൈമറി ഹൈഡ്രോസീൽ ആണ്, അതിന്റെ ടൈപ്സ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺജനൈറ്റൽ ഹൈഡ്രോസീൽ. ഞാൻ ആദ്യമേ പറഞ്ഞു കോസസിനകത്ത്, if there is a communication between the tunica vaginalis and the peritoneal cavity, it is known as congenital hydrocele. കണ്ടില്ല ഈ ഫസ്റ്റ് ഡയഗ്രാം, ഇതാണ് congenital hydrocele എന്ന് പറഞ്ഞത്. ഓക്കെ, കണ്ടാ ഇത് നമ്മുടെ പ്രോസസ്സസ് tunica vaginalis ലെയർ. ഇത് നമ്മുടെ മുകളിലോട്ട് പോകുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി പെരിറ്റോണൽ ക്യാവിറ്റി ആണ്. അപ്പൊ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺജനൈറ്റൽ ഹൈഡ്രോസീൽ. ഓക്കെ, വെച്ചാൽ പെരിറ്റോണൽ ക്യാവിറ്റിന്ന് ഫ്ലൂയിഡ് താഴേക്ക് ലീക്കായി വരുക. ഇതാണ് കൺജനൈറ്റൽ ഹൈഡ്രോസീൽ. രണ്ടാമത്തെ ടൈപ്പ് ഫ്യൂണിക്കുലർ ഹൈഡ്രോസീൽ. ടെക്സ്റ്റിനകത്തില്ല, ജസ്റ്റ് നോക്കിയാൽ മതി. ഒരു ഫ്യൂണിക്കുലർ ഷേപ്പ് ആയിരിക്കും ഈ രണ്ടാമത്, ഒരു ഫ്യൂണിക്കൽ ഷേപ്പ് ആയിരിക്കും ആ ഒരു ലെയറിന്. പക്ഷെ ടെസ്റ്റിസ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകത്തില്ല, അത് അറ്റാച്ച്ഡ് ആയിരിക്കത്തില്ല. അതിന് മുന്നേ അതങ്ങ് ക്ലോസ്ഡ് ആയിരിക്കും. നമുക്ക് ടെക്സ്റ്റിനകത്ത് അത് പറയുന്നില്ല, നോക്കണ്ട. ഇനിയല്ല സെക്കൻഡ് ടൈപ്പ് ആണ് ഇൻഫന്റൈൽ ഹൈഡ്രോസീൽ. ഇൻഫന്റൈൽ ഹൈഡ്രോസീൽ അതൊന്നുമില്ല, ഇതാണ് ഇൻഫന്റൈൽ ഹൈഡ്രോസീൽ, ഈ മൂന്നാമത്തെ ഡയഗ്രാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ ഈ ട്യൂണിക്ക വജൈനാലിസ് ലെയർ ഡിസ്റ്റന്റ്, ഈ ഫ്ലൂയിഡ് കാരണം ഡിസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ ഇറ്റ് വിൽ ബി ഡിസ്റ്റൻഡ് അപ് ടു ദ it will be distended up to the internal ring only. കണ്ട ഇതുവരെ ഡിസ്റ്റൻഡ് ആയിട്ടുള്ളൂ ഈ ഒരു പോർഷൻ വരെ. ബാക്കി അത് ഒബ്ലിറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ ഇല്ല. മുകളിലുള്ള പെരിറ്റോണൽ ക്യാവിറ്റിയുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇതുവരെ. ഇത്രയും ഭാഗം മാത്രമേ ഡിസ്റ്റൻഡ് ആയിരിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഡിസ്റ്റൻഡ് അപ് ടു ദ ഇന്റേണൽ റിംഗ്. ഇത് ഇന്റേണൽ റിംഗ്, ഇത് എക്സ്റ്റേണൽ റിംഗ് ആണ്. ഓക്കെ, അപ്പോ പറയുമ്പോൾ ഇറ്റ് ഇസ് എ ട്യൂണിക്ക വജൈനാലിസ് ലെയർ will be distended up to the internal ring. അത് ഓർത്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇൻഫന്റൈൽ അല്ലേ, ഇൻഫന്റൈൽ IN, അപ്പോ ഇന്റേണൽ റിംഗ് വരെ ഡിസ്റ്റൻഡ് ആയിരിക്കും. കൺജനൈറ്റൽ എന്തുവാ? CO മീൻസ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ പെരിറ്റോണൽ ക്യാവിറ്റി. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ടൈപ്പ് ആണ് എൻസിസ്റ്റഡ് ഹൈഡ്രോസീൽ ഓഫ് ദ കോഡ്. നാലാമത്തെ ടൈപ്പ്. അതൊരു സിസ്റ്റ് പോലെ ഇരിക്കും. നാലാമത്തെ കണ്ടില്ലേ, എൻസിസ്റ്റഡ് ഹൈഡ്രോസീൽ, അതൊരു സിസ്റ്റ് പോലെ ഇരിക്കും. കണ്ട എന്ന് വെച്ചാൽ ടെസ്റ്റിസ് ആയിട്ട് കണക്റ്റഡ് അല്ല, പക്ഷെ അത് അബൌട്ട് സ്വെല്ലിംഗ് ആൻഡ് ബിലോ സ്വെല്ലിംഗ് ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെയും ക്ലോസ്ഡ് ആണ്. അപ്പൊ അതൊരു സിസ്റ്റ് പോലെ ഇരിക്കും. അതാണ് എൻസിസ്റ്റഡ് ഹൈഡ്രോസീൽ ഓഫ് ദ കോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് എൻസിസ്റ്റഡ്. പിന്നെ അടുത്ത ടൈപ്പാണ് ഏറ്റവും കോമണസ്റ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രോസീൽ, വജൈനൽ ഹൈഡ്രോസീൽ എന്ന് പറയും. ഓക്കെ, വജൈനൽ ഹൈഡ്രോസീൽ ഇസ് ദ കോമണസ്റ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രോസീൽ. അത് ഇത്രേ ഉള്ളൂ, ഒന്നുമില്ല. അത് സാധാ ഹൈഡ്രോസീൽ തന്നെ. ഞാൻ നേരത്തെ ഒരു ഫോട്ടോ കാണിച്ചില്ലേ, അത്രയ്ക്ക് ഓക്കെ. നോർമൽ ഡിസ്റ്റൻസ് വജൈനൽ ട്യൂണിക്ക വജൈനാലിസ് ലെയർ ഡിസ്റ്റൻഡ് ആയിരിക്കും. ഇത്രയും ഭാഗം സ്ലൈറ്റ്ലി ഒബ്ലിറ്ററേറ്റഡ് ആയിരിക്കും. അധികം കണക്ഷൻ ഇല്ല മുകളിലോട്ട്, ജസ്റ്റ് സ്ലൈറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇരിക്കും ആ ട്രാക്ട്. ആ ട്രാക്ട് വരെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ ലീക്കായാണ് ഇതിലേക്ക് വരുന്നത്. മനസ്സിലായോ? സാധാ വജൈനൽ ഹൈഡ്രോസീൽ നോർമൽ, ഇതാണ് ഏറ്റവും കോമണസ്റ്റ് ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ടൈപ്പാണ് ബൈലോക്യുലർ ഹൈഡ്രോസീൽ. ബൈലോക്യൂൾ എന്ന് വെച്ചാൽ ബൈലോക്യൂൾസിന്റെ രണ്ട് സാക്ക് പോലെ ഇരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ദിസ് ഹൈഡ്രോസീൽ ഹാസ് two intercommunicating sac
one above and one below the neck of scrotum. ഇത് കണ്ടില്ലേ? ഇതാണ് നെക്ക് ഓഫ് സ്ക്രോട്ടം. ഈ നെക്ക് ഓഫ് സ്ക്രോട്ടത്തിന്റെ താഴെയും മുകളിലും രണ്ട് സാക്ക് ഉണ്ട്. ഇതൊരു സാക്ക്, ഇതൊരു സാക്ക്. അപ്പൊ ഇവർ തമ്മിൽ ഇന്റർ കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും. ഇതാണ് ബൈലോക്യുലർ ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞാൽ, രണ്ട് ലോക്യൂൾസ്. ഓക്കെ, രണ്ട് സാക്ക് ആയിട്ട് ഇരിക്കും. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അടുത്ത ലാസ്റ്റ് ടൈപ്പ് ആണ് ഹൈഡ്രോസീൽ ഓഫ് ദ ഹേർണിയൽ സാക്ക്. ഹേർണിയൽ സാക്ക് നമ്മൾ ഹേർണിയ പഠിച്ചില്ലേ? അപ്പൊ ആ ഹേർണിയൽ സാക്ക് ആണ് ഈ പറഞ്ഞിട്ടുള്ള ലെയേഴ്സിനിടയിൽ കയറി വരണമെങ്കിൽ അതാണ് ഹേർണിയ ഓഫ് ദ ഹൈഡ്രോസീൽ സാക്ക്. ഒമന്റം ആവാം, ഇൻറ്റസ്റ്റൈൻ ആവാം, എന്തോ ആവാം. ആ സാക്ക്, ആ ഒരു ഹേർണിയൽ സാക്ക് ഇതിനകത്ത് കയറി വരുവാണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് ഹൈഡ്രോസീൽ ഓഫ് ദ ഹേർണിയൽ സാക്ക്. ഇതാണ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഓരോ ടൈപ്പിന് അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാത്തിനില്ല, ഓൾമോസ്റ്റ് പല പല ടെസ്റ്റ് ഉണ്ട് ഓരോ ടൈപ്പിന്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ കഞ്ചനൈറ്റൽ ഹൈഡ്രോസീൽ അല്ല, കഞ്ചനൈറ്റൽ ഹൈഡ്രോസീലിന് പറയാം. കഞ്ചനൈറ്റൽ ഹൈഡ്രോസീലിന്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി പെർസണൽ ക്യാവിറ്റി ഉണ്ട് അല്ലെ? അപ്പോ ഇതില് ഇഫ് ദ പേഷ്യന്റ് ഇസ് ലൈങ് ഡൗൺ, ഈ പറഞ്ഞ ഫ്ലൂയിഡ് ഡിസപ്പിയർ ചെയ്യും. കാരണം തിരിച്ച് മുകളിലോട്ട് കയറി പോകും, അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് കയറി പോകും ആ ഫ്ലൂയിഡ്. ഇഫ് ദ പേഷ്യന്റ് ഇസ് സ്റ്റാൻഡിങ്, then the fluid റീകളക്ട് ചെയ്യും. ലൈങ് ഡൗൺ പൊസിഷനിൽ ഫ്ലൂയിഡ് ഡിസപ്പിയർ ചെയ്യും, സ്റ്റാൻഡിങ് പൊസിഷനിൽ ആ ഫ്ലൂയിഡ് തിരിച്ച് താഴേക്ക് വന്ന് റീകളക്ട് ചെയ്യും. അതാണ് കഞ്ചനൈറ്റൽ ഹൈഡ്രോസീൽ. അതിന്റെ ഒരു ഫീച്ചറാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇൻഫന്റൈൽ ഹൈഡ്രോസീൽ. ഇൻഫന്റൈൽ ഹൈഡ്രോസീൽ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നുമില്ല. അടുത്തത് നമ്മുടെ എൻസിസ്റ്റഡ് ഹൈഡ്രോസീൽ. ഈ നാലാമത്തെ ഡയഗ്രാം, നാലാമത്തെ ഫോട്ടോ, എൻസിസ്റ്റഡ് ഹൈഡ്രോസീൽ. അതിനൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, ട്രാക്ഷൻ ടെസ്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോ ഒരു സ്വെല്ലിംഗ്, ഈ പറഞ്ഞ സ്വെല്ലിംഗ് ടെസ്റ്റിസുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ടെസ്റ്റിസിനെ മൂവ് ചെയ്യുമ്പം ആ ഒരു സാക്ക് മൂവ് ചെയ്യേണ്ട ആ ഒരു കണക്ഷൻ. പക്ഷെ ഇതിനകത്താണെങ്കിൽ ടെസ്റ്റിസുമായിട്ട് കണക്റ്റഡ് അല്ല. സിസ്റ്റത്തിനകത്ത് അബൌട്ട് ദി ടെസ്റ്റിസ് ആണ് ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നമ്മൾ ടെസ്റ്റിസിനെ മൂവ് ചെയ്യുമ്പം ഈ ആ ഒരു സ്വെല്ലിംഗ് മൂവ് ചെയ്യത്തില്ല, ആ ഒരു സിസ്റ്റം മൂവ് ചെയ്യൂല. അതാണ് ട്രാക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ട്രാക്ഷൻ ടെസ്റ്റ്. For traction test is done in encysted hydrocele. Okay, അതിന്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഇതുണ്ടോ? ഇതാണ് ട്രാക്ഷൻ ടെസ്റ്റ്. നമ്മൾ ടെസ്റ്റ് ഇങ്ങനെ ട്രാക്ഷൻ ചെയ്യും, ഇങ്ങനെ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ സിസ്റ്റം അതുപോലെ തന്നെ അവിടെ ഇരിക്കും, മൂവ് ചെയ്യത്തില്ല, അതല്ല ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഇതാണെങ്കിൽ എൻസിസ്റ്റഡ് ഹൈഡ്രോസീൽ എന്ന് പറയും. ഓക്കെ, കഴിഞ്ഞു. അടുത്തെന്ന് പറഞ്ഞാല് നമ്മുടെ വജൈനൽ ഹൈഡ്രോസീൽ. വജൈനൽ ഹൈഡ്രോസീൽ ഓർത്ത് വെക്കണം, അതാണ് ഏറ്റവും കോമണസ്റ്റ് ടൈപ്പ്. ഈ അഞ്ചാമത്തെ ഡയഗ്രാം. ഈ വജൈനൽ ഹൈഡ്രോസീൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ, ഫസ്റ്റ്, ഒരു പ്രൈമറി ഹൈഡ്രോസീലിനകത്ത് ടെസ്റ്റിസ് ഒരിക്കലും പാൽപേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ലാർജ് ആയിരിക്കും. ഓക്കെ, സോ വജൈനൽ ഹൈഡ്രോസീൽ ആണ്, വജൈനൽ ഹൈഡ്രോസീൽ. അതിനകത്ത് ഫസ്റ്റ് അറിയേണ്ടത് ടെസ്റ്റിസ് ഇസ് നോട്ട് പാൽപ്പബിൾ. ടെസ്റ്റിസ് പാൽപ്പബിൾ അല്ല. ഓക്കെ, കാരണം പിന്നെ സെക്കൻഡ് പറഞ്ഞാൽ ലാർജ് ആയിരിക്കും. പ്രൈമറി ഹൈഡ്രോസീൽ ഒക്കെ എല്ലാം ലാർജ് സൈസ് സ്വെല്ലിംഗ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡറി ഹൈഡ്രോസീൽ ഓർത്ത് വെക്കണം, സെക്കൻഡറി ഹൈഡ്രോസീൽ സ്മോൾ ആയിരിക്കും. പ്രൈമറി ഹൈഡ്രോസീൽ ലാർജ് ആയിരിക്കും, സെക്കൻഡറി സ്മോൾ ആയിരിക്കും. ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഫിലാരിയാസിസ് കാരണം ഉണ്ടാവുന്ന സെക്കൻഡറി ഹൈഡ്രോസീൽ മാത്രം ലാർജ് ആയിരിക്കും. ഓക്കെ, ബാക്കി എല്ലാം സ്മോൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതാണ് ഫീച്ചേഴ്സ്. അപ്പോ ഒന്ന് ടെസ്റ്റ് പാൽപേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ലാർജ് ആയിരിക്കും. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് ഫ്ലക്ച്യുവന്റ്. നമ്മുടെ കേസിനകത്ത് ഇത് അവർ മെൻഷൻ ചെയ്യും, ഫ്ലക്ച്യുവന്റ് എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് അല്ലേ ഇതിനകത്ത്. അപ്പൊ ഈ ഫ്ലൂയിഡ് കാരണം ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാലോ നമ്മുടെ ഫിംഗേഴ്സിനകത്ത്. നമ്മൾ ഫിംഗേഴ്സ് പിടിക്കുമ്പോൾ, അപ്പോൾ അതാണ് ഫ്ലക്ച്വന്റ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ആ ഫ്ലൂയിഡ് മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അതാണ് ഫ്ലക്ച്വന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, the swelling will be fluctuant.
നാലാമത്തെ ഒരു ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്, ട്രാൻസ് ഇല്യൂമിനന്റ് ആണ്. ട്രാൻസ് ഇല്യൂമിനന്റ് എന്ന് വെച്ചാല് നമ്മളൊരു ലൈറ്റ്, ഈ സ്വെല്ലിംഗ് നമ്മളൊരു ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റ് ആ ഫ്ലൂയിഡ് ആയതുകൊണ്ട് ഒരു ഇലിമിനേഷൻ കാണിക്കും, ഒരു റെഡിഷ് ഇലിമിനേഷൻ കാണിക്കും. ആ ഇലിമിനേഷൻ വിൽ ബി പ്രസന്റ് ഇൻ ദിസ് കേസ്. ഇതിന്റെ ഫോട്ടോ ഞാൻ പിന്നെ കാണിച്ചു തരാം. നോർത്തിച്ചറി ഫ്ലക്ച്വന്റ് ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ് ഇലിമിനന്റ് ആയിരിക്കും ഈ സ്വെല്ലിംഗ്. പിന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഗെറ്റ് അബൌവ് ദ സ്വെല്ലിംഗ്. ഇതൊരു ഫീച്ചർ ആണ്, ഗെറ്റ് അബൌവ് ദ സ്വെല്ലിംഗ്. ഇത് പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് സ്വെല്ലിങ്ങിന്റെ മുകളിൽ നമുക്ക് സ്പെർമാറ്റിക് കോറിന്റെ സ്ട്രക്ചേഴ്സ് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കാരണം സ്വെല്ലിംഗ് ഇസ് ഓൺലി അറ്റാച്ച്ഡ് ടു സ്ക്രോട്ടം മാത്രമേ ഉള്ളൂ. ഹേർണിയിൽ ഉണ്ടോ? ഹേർണി ആകുമ്പോൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരിക്കില്ല, അപ്പൊ നമുക്കൊന്നും സ്ട്രക്ചേഴ്സ് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് സ്ക്രോട്ടൽ സ്വെല്ലിംഗ് മാത്രമാണ്. അപ്പൊ നമുക്ക് അതിന് മുകളിലുള്ള സ്ട്രക്ചേഴ്സ് ആയ സ്പെർമാറ്റിക് കോഡ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ ഗെറ്റ് അബൌട്ട് ദ സ്വെല്ലിംഗ് വിൽ ബി പോസിറ്റീവ്. ഇതാണ് ഇതിന്റെ മെയിൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോ ടെസ്റ്റിസ് പാൽപേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഫ്ലക്ച്വന്റ് ആയിരിക്കും, ട്രാൻസ് ഇലിമിനന്റ് ആയിരിക്കും, ആൻഡ് ഗെറ്റ് അബൌട്ട് ദ സ്വെല്ലിംഗ് വിൽ ബി പോസിറ്റീവ്. അതിന്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാടാ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ട്രാൻസ് ഇല്യൂമിനൻസ്. കണ്ടോ, ഒരു ലൈറ്റ് ഇങ്ങനെ ആ സ്വെല്ലിംഗിൽ പാസ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുമല്ലോ, ഒരു റെഡിഷ് പോലെ ഇരിക്കത്തില്ല. കാരണം ഫ്ലൂയിഡ് കാരണം നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും. അപ്പൊ ഒരു ഇലിമിനേഷൻ കാണാം അല്ലെ? അതാണ് ട്രാൻസ് ഇലിമിനേഷൻ ടെസ്റ്റ്. പോസിറ്റീവ് ആയിരിക്കും ഹൈഡ്രോസീലിനകത്ത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഫ്ലക്ച്വന്റ് അത് നമുക്ക് ഫീൽ ചെയ്യണം. പിന്നെ ഗെറ്റ് അബൌട്ട് ദ സ്വെല്ലിംഗ്. നമുക്ക് ഇങ്ങനെ അബൌട്ട് ദ സ്വെല്ലിംഗ് നമുക്ക് ഇങ്ങനെ സ്പെർമാറ്റിക് കോഡിന്റെ സ്ട്രക്ചേഴ്സ് ഫീൽ ചെയ്യാം. അത് ഇതിൽ പ്രസന്റ് ആയിരിക്കും. ഏതാ? ഹൈഡ്രോസീലിനകത്ത്. ഇത്രയുള്ള ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല്. പിന്നെ എന്താന്ന് വെച്ചാല് അടുത്തത് ബൈലോക്കുലർ ഹൈഡ്രോസീൽ ഒരു പ്രത്യേകത ഉണ്ട്. ബൈലോക്കുലർ ഹൈഡ്രോസീലിനകത്താണെങ്കിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, ക്രോസ് ഫ്ലക്ച്വേഷൻ. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന്. ഈ രണ്ട് സാക്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കത്തില്ലേ, ഇതും പിന്നെ ഇതും. അപ്പൊ ഇതിലുള്ള ഫ്ലൂയിഡ് അല്ലേ. അപ്പൊ നമുക്ക് ഒരു ഫിംഗർ ഇവരെ വെച്ചിട്ട്, ഫിംഗർ ഹാൻഡ് ആയിക്കോട്ടെ, വേറൊരു ഹാൻഡ് ഇവർ വെച്ചു ഈ രണ്ട് സാക്കിൽ നമ്മൾ ഇവരെ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് ഫ്ലൂയിഡ് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യൂലേ, ഓട്ടോമാറ്റിക്കലി ഇവര് നമുക്ക് ആ കയ്യിൽ ഫീൽ ചെയ്യാം. കാരണം രണ്ട് ഇന്റർ കമ്മ്യൂണിക്കേറ്റഡ് ആണ് ഈ രണ്ട് സാക്ക് തമ്മിൽ. Okay, so pressing on one sac we can feel the pressure on the other sac. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ഫ്ലക്ച്വേഷൻ ടെസ്റ്റ്. മനസ്സിലായി? ഇത് വൈവ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും കേട്ടോ. ക്രോസ് ഫ്ലക്ച്വേഷൻ ടെസ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ ഒന്ന് ഈ ഹൈഡ്രോസീലിനകത്ത് ക്രോസ് ഫ്ലക്ച്വന്റ് ആയിരിക്കും. ഏത്? ഹൈഡ്രോസീൽ അല്ല, ബൈലോക്കുലർ ഹൈഡ്രോസീലിനകത്ത് ക്രോസ് ഫ്ലക്ച്വന്റ് ആയിരിക്കും. അപ്പൊ വൈവയ്ക്ക് വേണമെങ്കിൽ അവർ ചോദിക്കാം വേറെ ഏതൊക്കെ കണ്ടീഷൻസിൽ നമുക്ക് ഇതുപോലെ ക്രോസ് ഫ്ലക്ച്വേഷൻ പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അതിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാല് റാനുല, RANULA. റാനുല വേറൊന്നുമല്ല, നമ്മുടെ നാക്കിന്റെ അടിയിൽ ഇങ്ങനെ സലൈവ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തില്ല. അപ്പൊ സാധാരണ അതിന്റെയും നമ്മുടെ സലൈവറി ഗ്ലാൻസ് അതിനെ ഡ്രെയിൻ ഓഫ് ചെയ്യും. പക്ഷെ സലൈവറി ഗ്ലാൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഡിസീസ് ആണെങ്കിലോ ആ ഒരു ഡ്രെയിനേജ് നടക്കത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ആ നാക്കിന്റെ അടിയിൽ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കും. ആ അക്യുമുലേഷൻ വിളിക്കുന്ന പേരാണ് റാനുല എന്ന് പറഞ്ഞത്. അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് അണ്ടർ ദ മൗത്ത്, അല്ലെങ്കിൽ അവിടെ സിസ്റ്റ് ഫോം ചെയ്യും നാക്കിന്റെ അടിയിൽ. ഇതാണ് റാനുല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ റാനുല കണ്ടീഷൻസ് ഒക്കെ ക്രോസ് ഫ്ലക്ച്വന്റ് ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ ആണ് നമ്മുടെ സ്വാസ് ആബ്സസ്. സ്വാസ് ആബ്സസ്, നമ്മുടെ സ്വാസ് മസിൽ ഇല്ലേ, ആ സ്വാസ് മസിലിന്റെ അവിടെ ഒരു ആബ്സസ് ഫോം ചെയ്യും. ആ ആബ്സസിനെ വിളിക്കുന്ന പേരാണ് സ്വാസ് ആബ്സസ്. അതും ക്രോസ് ഫ്ലക്ച്വന്റ് ആയിരിക്കും. നമ്മൾ ഒരു സൈഡിൽ പ്രസ് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ ലാസ്റ്റ് ഒരു കണ്ടീഷൻ വേർ ക്രോസ് ഫ്ലക്ച്വേഷൻ വിൽ ബി പോസിറ്റീവ് ഇസ് compound
പാൽമാർ ഗാംഗ്ലിയോൺ. ഓക്കെ, നമ്മുടെ കൈയിന്റെ അവിടെ പാൽമാർ, നമ്മുടെ പാമ്പിന്റെ അവിടെ ഒരു ഡിസീസ് ആണ് ഈ ഒരു കോമ്പൗണ്ട് പാൽമാർ ഗാംഗ്ലിയോൺ. എന്ന് വെച്ചാൽ ഇവരൊരു സ്വെല്ലിംഗ് ഉണ്ടാവും നമ്മുടെ കൈയിന്റെ അവിടെ, റിസ്റ്റിന്റെ അവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് ഒരു സൈഡ് നമ്മൾ പാമ്പിന്റെ അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൈയിന്റെ ഡോർസൽ സർഫസിലാണ് തോന്നുന്നു നമുക്ക് ആ സ്വെല്ലിങ്ങിനെ ഫീൽ ചെയ്യാം. അതാണ് ക്രോസ് ഫ്ലക്ച്യുവന്റ്. ഓക്കെ, അപ്പോൾ 3 other conditions where we can get this cross fluctuation is ranula, compound palmar ganglion and psoas abscess. Okay അല്ലേ? ഡൗട്ട് ഇല്ലല്ലേ ആർക്കും? ഇല്ല. ഓക്കെ, ഇനി ഇത്രയും ടൈപ്സ് ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരു ടൈപ്പ് ഞാൻ പറഞ്ഞില്ല. അതിപ്പോ ഇത്രയും കണ്ട കണ്ടീഷൻസ്, ഇത്രയും കണ്ട ഹൈഡ്രോസീൽ എല്ലാം മെയിൽസിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഫീമെയിൽസിൽ ഒരു ഹൈഡ്രോസീൽ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസീൽ ഓഫ് കനാൽ ഓഫ് നക്ക്. ഓക്കെ, അത് വേറൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഇൻഗ്വൈനൽ കനാലിനകത്ത് മെയിൽസിനകത്ത് എന്തുണ്ട്? സ്പെർമാറ്റിക് കോഡ്. ഇൻസൈഡ് ഇൻഗ്വൈനൽ കനാൽ ദർ ഇസ് സ്പെർമാറ്റിക് കോഡ്. അങ്ങനെ എലിയോ ഇൻഗ്വൈനൽ നെർവ് ഉണ്ട്. ഫീമെയിൽസിലാണെങ്കിലോ, ഫീമെയിൽസിനകത്ത് അവർക്ക് റൗണ്ട് ലിഗമെന്റ് ഉണ്ട് ഇൻസൈഡ് ഇൻഗ്വൈനൽ കനാൽ. അപ്പോ ഈ റൗണ്ട് ലിഗമെന്റിൽ എന്തെങ്കിലും സിസ്റ്റ് ഫോം ചെയ്യുവാണെങ്കിൽ അപ്പൊ അത് ആ ഫീമെയിൽസിനൊക്കെ ഒരു സ്വെല്ലിംഗ് പോലെ പ്രസന്റ് ചെയ്യും ഇൻ ദ എലിയോ ഇൻഗ്വൈനൽ റീജിയൻ. ഇതാണ് ഹൈഡ്രോസീൽ ഓഫ് കനാൽ ഓഫ് നക്ക്. It is seen in females. Okay. അടുത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതെല്ലാം ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ വജൈനൽ ഹൈഡ്രോസീലിനകത്ത് ട്രാൻസ് എലിമിനന്റ് ഫ്ലക്ച്യുവന്റ്, ട്രാൻസ് എലിമിനന്റ്. അപ്പൊ വേറെ പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഇതും വൈവ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓൾ അതർ കണ്ടീഷൻസ് ഓർ സ്വെല്ലിങ്സ് കെൻ യു സീ ആസ് ട്രാൻസ് എലിമിനന്റ് പോസിറ്റീവ് ആയിരിക്കും? അപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞല്ലോ, ഒന്ന് വജൈനൽ ഹൈഡ്രോസീൽ പറഞ്ഞു. ബാക്കി കണ്ടീഷൻസ് എപ്പിഡിഡിമൽ സിസ്റ്റ്. ഓക്കെ, എപ്പിഡിഡിമൽ സിസ്റ്റ് ട്രാൻസ് എലിമിനന്റ് ആയിരിക്കും. പിന്നെ സിസ്റ്റിക് ഹൈഗ്രോമ. സിസ്റ്റിക് ഹൈഗ്രോമ നമ്മുടെ നെക്കിൽ കാണുന്ന ഒരു സ്വെല്ലിംഗ് ആണ്, യൂഷ്വലി പ്രസന്റ് ഇൻ ദി നെക്ക്. ഓക്കെ, നമ്മുടെ ലിംഫ് നോഡ്സിന് എന്തോ പ്രശ്നം കാരണം ഉണ്ടാവുന്ന ഒരു സ്വെല്ലിംഗ് ആണ് ഈ സിസ്റ്റിക് ഹൈഗ്രോമ. അപ്പൊ ആ സിസ്റ്റിക് ഹൈഗ്രോമയിലും ട്രാൻസ് എലിമിനന്റ് ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല റാനുല, ക്രോസ് ഫ്ലക്ച്യുവേഷനകത്ത് റാനുലയും ഈ പറഞ്ഞ പോലെ ട്രാൻസ് എലിമിനന്റ് ആയിരിക്കും. പിന്നെ മെനിഞ്ചോസീൽ. ഈ 5 കണ്ടീഷൻസ് ഒക്കെ ട്രാൻസ് എലിമിനന്റ് ആയിരിക്കും. ഏതൊക്കെയാ? വജൈനൽ ഹൈഡ്രോസീൽ, എപ്പിഡിഡിമൽ സിസ്റ്റ്, സിസ്റ്റിക് ഹൈഗ്രോമ, റാനുല ആൻഡ് മെനിഞ്ചോസീൽ. ഹലോ, ഓക്കെ. ഇനി പ്രൈമറി വജൈനൽ ഹൈഡ്രോസീൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഈ സെക്കൻഡറി വജൈനൽ ഹൈഡ്രോസീൽ. സെക്കൻഡറി ഒന്നുമില്ല, ഇറ്റ് ഈസ് ഡ്യൂ ടു എക്സ്റ്റേണൽ കോസസ്. ഹൈഡ്രോസീൽ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസസ് ആണല്ലോ. ഇതിൽ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഞാൻ പറഞ്ഞു പ്രൈമറി ഒക്കെ ലാർജ് ആയിരിക്കും, സെക്കൻഡറി ഹൈഡ്രോസീൽ ഒക്കെ സ്മോൾ ആയിരിക്കും, ലാക്സ് ആയിരിക്കും. പിന്നെ ഇതിപ്പോ പ്രൈമറി ഹൈഡ്രോസീൽ ഞാൻ പറഞ്ഞു ടെസ്റ്റിസ് പാൽപ്പബിൾ ആയിരിക്കത്തില്ലെന്ന്, ലാർജ് ആയതുകൊണ്ട്. ഇവരിപ്പോ സെക്കൻഡറി സ്മോൾ ആയതുകൊണ്ട് നമുക്ക് ടെസ്റ്റിസിനെ ഫീൽ ചെയ്യാം. ഓക്കെ, പാൽപേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി പക്ഷെ ഒരു ഒറ്റ കണ്ടീഷൻ ഉള്ളൂ, ഫിലാരിയാസിസിൽ കൊണ്ടുണ്ടായ ഹൈഡ്രോസീൽ ആണെങ്കിൽ അത് ലാർജ് ആയിരിക്കും സ്വെല്ലിംഗ്. ബാക്കി എല്ലാ സെക്കൻഡറി ഹൈഡ്രോസീൽസ് ഒക്കെ സ്മോൾ ആയിരിക്കും. ഇനി സെക്കൻഡറി ഹൈഡ്രോസീൽ ഓർത്ത് വെക്കാനായിട്ട് അതിന്റെ കോസസ് ഓർത്ത് വെക്കാൻ നിമോണിക് ഉണ്ട്, IIT. ഓക്കെ, IIT, I ഫോർ ഇഞ്ചുറി അല്ലെ ഇൻഫെക്ഷൻ. ഫസ്റ്റ് ഇൻഫെക്ഷൻ പഠിക്കാം. എന്നുവെച്ചാൽ എന്തെങ്കിലും ഫിലാരിയാസിസോ TB ഓഫ് ദി എപ്പിഡിഡിമിസോ സിഫിലിസ് കാരണം ഉണ്ടാവുന്ന ഹൈഡ്രോസീൽ ആവാം. അതാണ് ഇൻഫെക്ഷൻസ്. ആദ്യത്തെ ഫസ്റ്റ് I. രണ്ടാമത്തെ I ഫോർ ഇഞ്ചുറി. നമ്മുടെ സ്ക്രോത്തത്തിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായാൽ അങ്ങനെയും ഹൈഡ്രോസീൽ സംഭവിക്കാം. T ഫോർ എന്തുവാ? ട്യൂമർ, മാലിഗ്നൻസി. ഓക്കെ, IIT is the causes of secondary hydrocele. I for injury, I for infections, T for tumor. ഓക്കെ അല്ലേ? ഇനി വേറെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു സർജറിക്ക് ശേഷം വേണമെങ്കിൽ ഈ ഒരു ഹൈഡ്രോസീൽ ഉണ്ടാവാം. ഏത് സർജറി? അത് നമ്മുടെ ഹേർണിയ ഉണ്ടായ ഒരു പേഷ്യന്റ്. ഹേർണിയയുടെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹേർണിയോറാഫി എന്ന് പറഞ്ഞല്ലോ. ഹെർണിയോറാഫി കേട്ടിട്ടുണ്ടോ? ഹെർണിയുടെ ഒരു ട്രീറ്റ്മെന്റ് സർജറിയാണ് ഹെർണിയോറാഫി എന്ന് പറഞ്ഞാൽ. അപ്പൊ പോസ്റ്റ് ഹെർണിയോറാഫി
ചെയ്യുന്ന പേഷ്യൻസിൽ വേണമെങ്കിൽ ഈ ഒരു ഹൈഡ്രോസിൽ ഉണ്ടാവും. കാരണം ഡ്യൂറിങ് ദ സർജറി there may be damage to the lymphatic vessels of the tunica generalis. ഹേർണിയ സർജറി ചെയ്യുന്ന സമയത്ത് ആ ലിംഫാറ്റിക് വെസൽസ് ഡാമേജ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു ഹൈഡ്രോസിൽ ഉണ്ടാവാം. അതാണ് പോസ്റ്റ് ഹെർണിയോഗ്രാഫി ഹൈഡ്രോസിൽ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഏതൊക്കെയാ. അപ്പൊ ഞാൻ ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫിലാരിയൽ ഹൈഡ്രോസിൽ, ഫിലാരിയസിസ് കാരണം ഉണ്ടായ ഹൈഡ്രോസിൽ ലാർജ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഫിലാരിയൽ ഹൈഡ്രോസിലും പ്രൈമറി ഹൈഡ്രോസിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടായിരിക്കും, ഡിഫിക്കൽട്ട് ആയിരിക്കും. രണ്ടും ലാർജ് ആണ്. അത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ നമുക്ക് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ്, ഒരു ഹൈഡ്രോസിൽ ഉണ്ടായ വാട്ട് ഓൾ കോംപ്ലിക്കേഷൻസ് ക്യാൻ ഒക്കർ. ആസ് യൂഷ്വൽ ഒരു സ്വെല്ലിംഗ് ഉണ്ടായാൽ അത് അവരെങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഓക്കെ, ഇൻഫെക്ഷൻ ഉണ്ടാവാം. പയോസിൽ ഉണ്ടാവാം എന്ന് വെച്ചാൽ പസ് അവരെ ഫോം ചെയ്യാം. അപ്പൊ പസ് ആണ് പയോസിൽ എന്ന് പറഞ്ഞാൽ. വേണമെങ്കിൽ തൊട്ടടുത്തുള്ള ഈ എന്തുവാ ഈ ആർട്ടറീസിനൊക്കെ പോയി ഇങ്ങനെ പ്രഷർ ചെയ്തിട്ട് റപ്ചർ ആവില്ലേ ആർട്ടറീസ്. അപ്പൊ അങ്ങനെ ബ്ലഡ് ലീക്ക് ആവും. അങ്ങനെ ഹെമറ്റോസീലാണ് ബ്ലഡ് ആണെങ്കിൽ, ബ്ലഡ് പ്രസന്റ് ആണെങ്കിൽ ഹെമറ്റോസീൽ എന്ന് പറയും. ഓക്കെ, ഇതിപ്പോ സ്വെല്ലിംഗ് അല്ലേ. അപ്പൊ ഈ സ്വെല്ലിംഗ് കാരണം ഈ ടെസ്റ്റിസിന്റെ പുറത്ത് ഇങ്ങനെ നല്ല രീതിക്ക് ഒരു പ്രഷർ അത് കൊടുക്കും. അപ്പൊ ദാറ്റ് മേ കോസ് അട്രോഫി ഓഫ് ടെസ്റ്റിസ്. ഓക്കെ, ടെസ്റ്റിസ് അട്രോഫി ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്, ആ പേഷ്യന്റ് വിൽ ബി ഇൻഫെർട്ടൈൽ. അപ്പൊ അതൊരു വേറെ കോംപ്ലിക്കേഷൻ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെർണിയ ഓഫ് ഹൈഡ്രോസീൽ സാക്ക്, അതും ഒരു കോംപ്ലിക്കേഷൻ ആണ്. ഇത്രേ ഉള്ളൂ ഹൈഡ്രോസീലിന്റെ കോംപ്ലിക്കേഷൻസ്. ഇനി ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു. ഇറ്റ് കെൻ ബി എ കേസ് ഓഫ് ഇൻഗ്വൈനൽ ഹെർണിയ, സ്വെല്ലിംഗ് അല്ലേ. പിന്നെ എപ്പിഡിഡിമൽ സിസ്റ്റ് ആവാം. നമ്മൾ എപ്പിഡിഡിമസിന് അവരെ സിസ്റ്റ് ഫോം ചെയ്തു. സ്പെർമാറ്റോസീൽ ആവാം. സ്പെർമാറ്റോസീൽ വെച്ചാൽ വേറെ ഒന്നുമല്ല, സെയിം തന്നെയാ. ഈ എപ്പിഡിഡിമസ് ട്യൂബിനകത്ത് എന്തെങ്കിലും സ്റ്റാക്ക് ഫോം ചെയ്തു അല്ലെങ്കിൽ സിസ്റ്റ് ഫോം ചെയ്തു, അതാണ് സ്പെർമാറ്റോസീൽ എന്ന് പറഞ്ഞാൽ. പിന്നെ അത് ടെസ്റ്റിക്കുലർ ട്യൂമർ ആവാം, അല്ലെങ്കിൽ സാധാ ഒരു സ്ക്രോട്ടൽ എഡിമ ആവാം. ഇതൊക്കെയാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഓഫ് ഹൈഡ്രോസീൽ. ഇൻഗ്വൈനൽ ഹെർണിയ, എപ്പിഡിഡിമൽ സിസ്റ്റ്, സ്പെർമാറ്റോസീൽ, ടെസ്റ്റിക്കുലർ ട്യൂമർ ആവാം, എഡിമ ആവാം. ഓക്കെ, ഇനി ലാസ്റ്റ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഇതിനകത്ത് 3 ഓപ്പറേഷൻസിന്റെ പേരുകളുണ്ട്. ഓക്കെ, അതാണ് ഓർത്ത് വെക്കേണ്ട മെയിൻ ആയി. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കഞ്ചനൈറ്റൽ ഹൈഡ്രോസീൽ ആണെങ്കിൽ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യൂല. നമ്മൾ ചെയ്യുന്നതാണ് ഇൻഗ്വൈനൽ ഹെർണിയോട്ടമി. ഇൻ കേസ് ഓഫ് കഞ്ചനൈറ്റൽ ഹൈഡ്രോസീൽ വി ഡു ഇൻഗ്വൈനൽ ഹെർണിയോട്ടമി. കാരണം ഞാൻ പറഞ്ഞല്ലോ കഞ്ചനൈറ്റൽ ഹൈഡ്രോസീൽ എന്തുവാ, കമ്മ്യൂണിക്കേഷൻ വിത്ത് പെരിറ്റോണിയൽ ക്യാവിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇൻസിഷൻ വെച്ച് ഡ്രെയിൻ ചെയ്യുവാണെങ്കിൽ ആ ഫ്ലൂയിഡ് മാത്രമല്ല അബ്ഡോമിനൽ അകത്തുള്ള എല്ലാ ഫ്ലൂയിഡും അതുവഴി ലീക്ക് ചെയ്ത് പോകും. അപ്പോ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇൻഗ്വൈനൽ ഹെർണിയോട്ടമി മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, കഞ്ചനൈറ്റൽ ഹൈഡ്രോസീൽ വി ഡു ഇൻഗ്വൈനൽ ഹെർണിയോട്ടമി. ഇനി ബാക്കി ഹൈഡ്രോസീൽസിലൊക്കെ, അഡൽട്ട് വജൈനൽ ഹൈഡ്രോസീലൊക്കെ നമ്മൾ 3 പ്രൊസീജിയർ ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രോസീൽ സ്മോൾ സൈസ് ആണെങ്കിൽ ലോർഡ് സ്പ്ലിക്കേഷൻ ചെയ്യും. ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ സ്റ്റെപ്സ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, ജസ്റ്റ് പേര് മാത്രം അറിഞ്ഞിട്ട് മതി കേട്ടോ. സ്മോൾ സൈസ് ഓഫ് ഹൈഡ്രോസീൽ ആണെങ്കിൽ ലോർഡ് സ്പ്ലിക്കേഷൻ വിൽ ബി ഡൺ. ഇഫ് ഇറ്റ് ഈസ് എ ലാർജ് സൈസ് ഓഫ് ഹൈഡ്രോസീൽ വി ഗോ ഫോർ ജബൗലേസ് ഓപ്പറേഷൻ. കണ്ടില്ലേ, ജബൗലേസ് ഓപ്പറേഷൻ ചെയ്യും. പിന്നെ വേറൊരു ടെക്നീക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ആ ഹൈഡ്രോസീൽ സാക്ക് അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, ഇൻസിഷൻ വെച്ചിട്ട് ഫ്ലൂയിഡിനെ ഫുൾ ഡ്രെയിൻ ഔട്ട് ചെയ്യൂലേ. സോ ആഫ്റ്റർ ഇവാക്യുവേഷൻ നമുക്ക് വേണമെങ്കിൽ ഈ സാക്ക് ഓഫ് ടെസ്റ്റിസിനെ നമുക്ക് ഒരു പുതിയ ന്യൂലി ക്രിയേറ്റഡ് പോക്കറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫിറ്റ് ചെയ്യാം. The sac with the testis is placed in a newly created pocket between the layers of scrotum. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്കിൻ, ഡാർട്ടോസ് മസിൽ ഓർ ലേയേഴ്സ് ഓഫ് സ്ക്രോട്ടം. അവർ നമുക്കൊരു പുതിയ 2 ലേയേഴ്സ് നമുക്കൊരു പുതിയ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അതിന് വിളിക്കുന്ന പേരാണ് ഷർമ ആൻഡ് ജോവേഴ്സ് ടെക്നിക്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഈ 3 ഓപ്പറേഷൻസ് ഓർത്ത് വെക്കുക. ലോർഡ് സ്പ്ലിക്കേഷൻ ഉണ്ട്, ജബൗലേസ് ഓപ്പറേഷൻ ഉണ്ട്, ആൻഡ് ഷർമ ആൻഡ് ജോവേഴ്സ് ടെക്നിക് ഉണ്ട്. ഓക്കെ, പിന്നെ എക്സ്ട്രാ ഒരു പോയിന്റ് ആണ്, ഇൻ കേസ് ഓഫ് എൻസിസ്റ്റഡ് ഹൈഡ്രോസീൽ നമുക്ക് ഇത് ചെയ്യാം, ഇൻഗ്വൈനൽ ഹെർണിയോട്ടമി പ്ലസ് ഇൻസിഷൻ ആൻഡ് ഡ്രെയിനേജ് ഓഫ് ദി ഹൈഡ്രോസീൽ. ആദ്യം നമ്മൾ ഒരു ഇൻഗ്വൈനൽ ഹെർണിയോട്ടമി ചെയ്യും. ആ ഹെർണിയോട്ടമി ചെയ്യുന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇൻസിഷനിൽ ഡ്രെയിനേജ് ചെയ്യും. അതാണ് എൻസിസ്റ്റഡ് ഹൈഡ്രോസീൽ കേസിൽ. നേരത്തെ പറഞ്ഞ 3 ഓപ്പറേഷൻസ് നമ്മൾ വജൈനൽ ഹൈഡ്രോസീലാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും കോമണസ്റ്റ് ഹൈഡ്രോസീൽ. അപ്പൊ നമ്മൾ അത്രയും പഠിച്ചാൽ മതി.
ഓക്കെ, ഇതാണ് ട്രീറ്റ്മെന്റ്. പിന്നെ കണ്ടില്ലേ, ഒരു ഇൻസിഷൻ വെച്ച് ഇതാണ്ട ഫ്ലൂയിഡ് ഇങ്ങനെ ഡ്രെയിൻ ചെയ്യുക, ഹൈഡ്രോസിൽ ഫ്ലൂയിഡ്. ഇത് കണ്ടോ, ഇതാണ് ആ ഒരു ആംബർ കളേർഡ് സ്ട്രോ കളേർഡ് ഹൈഡ്രോസിൽ ഫ്ലൂയിഡ് ഈ കണ്ടെയ്നറിനകത്ത്. ഇതാണ് മറ്റേ ലോഡ് സ്പ്ലിക്കേഷൻസ് സംഭവം. എന്തോ എനിക്ക് അറിഞ്ഞൂടാ, എന്തോ ഫ്യൂച്ചറിങ് ആണെന്ന് തോന്നുന്നു, ലെയേഴ്സ് ഒക്കെ ഫ്യൂച്ചർ ചെയ്യാൻ തോന്നുന്നു. ഇതാണ് ട്രീറ്റ്മെന്റ്. ഇനി സർജറിയുടെ കോംപ്ലിക്കേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പൊ കോംപ്ലിക്കേഷൻ എന്തൊക്കെ? അപ്പൊ ആസ് യൂഷ്വൽ ഒരു സർജറി കഴിയുമ്പോൾ നമ്മൾ ടോൺസിലൈറ്റിസ് പഠിച്ചില്ല, അതുപോലെ ഹെമറേജ് ഉണ്ടാവും, റിയാക്ഷണറി ഹെമറേജ് ഉണ്ടാവാം, അതാണ് ഹെമാറ്റോസീൽ ഫോർമേഷൻ. പിന്നെ ഇൻഫെക്ഷൻസ്, പിന്നെ പയോസീൽ. പിന്നെ സെയിം നമ്മുടെ കോംപ്ലിക്കേഷൻസ് ഓഫ് ഹൈഡ്രോസീൽ തന്നെയാണ് ഇതിന്റെ സർജറിയുടെ കോംപ്ലിക്കേഷൻസ്. പിന്നെ വേണമെങ്കിൽ റിക്കറന്റ് ആയിട്ട് ഈ ഹൈഡ്രോസീൽ ഉണ്ടാവാം. ഇത്രയുള്ളൂ കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ. ഇനി ഇത്രയേ ഉള്ളൂ ഹൈഡ്രോസീൽ മൊത്തത്തില്. ഇത്രേ ഉള്ളൂ. അപ്പൊ ചില കണ്ടീഷൻസിൽ നമ്മളിപ്പോ എന്തുവാ ഓർക്കിഡക്ടമി ചെയ്യും. ഓർക്കിഡക്ടമി എന്ന് വെച്ചാൽ ടെസ്റ്റിസിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, ഏതൊക്കെ കണ്ടീഷൻസിൽ നമ്മൾ ഈ ഓർക്കിഡക്ടമി ചെയ്യുന്നത്? ഒന്നുമില്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പയോസീൽ ഉണ്ടായി, പസ് ഫോർമേഷൻ ഉണ്ടായി, പ്ലസ് ടെസ്റ്റിക്കുലർ ഡിസ്ട്രക്ഷൻ ഉണ്ടായി, ടെസ്റ്റിസും ഡിസ്ട്രോയ് ആയി, പയോസീൽ ഉണ്ടായെങ്കിൽ നമ്മൾ ഓർക്കിഡക്ടമി ചെയ്യും. ഓക്കെ, വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെയിം തന്നെ ഹെമാറ്റോസീൽ ഉണ്ടായി പക്ഷെ ക്ലോട്ടായി. ഈ ഹെമാറ്റോസീൽ ഉണ്ടായിട്ട് ബ്ലഡ് ഫോം ചെയ്തിട്ട് ക്ലോട്ട് ആയിട്ട് ടെസ്റ്റിസ് ഡിസ്ട്രക്ഷൻ ഉണ്ടായി. ആ കണ്ടീഷൻ നമ്മളും ഓർക്കിഡക്ടമി ചെയ്യും. സോ ഓർക്കിഡക്ടമി ഈസ് ഡൺ ഇൻ പയോസീൽ വിത്ത് ടെസ്റ്റിക്കുലർ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെമാറ്റോസീൽ വിത്ത് ടെസ്റ്റിക്കുലർ ഡിസ്ട്രക്ഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഹൈഡ്രോസീൽ. അപ്പൊ ഇതുണ്ടോ, ഈ ഒരു സിംഗിൾ ഫിഗറിൽ നമുക്ക് മൊത്തത്തിൽ നമുക്ക് സമറൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഹൈഡ്രോസീലിന്റെ ഇതുണ്ടോ, എത്തിയോളജി ആൻഡ് പത്തോജനസിസ് പറഞ്ഞല്ലോ. ഡിഫക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് ഫ്ലൂയിഡ് സീൻ ഇൻ പ്രൈമറി ഹൈഡ്രോസീൽ, എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് ഫ്ലൂയിഡ് സീൻ ഇൻ സെക്കൻഡറി ഹൈഡ്രോസീൽ, ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ കാരണം ഉണ്ടാവാം, അതാണ് ഫിലാരിസിസ് എന്ന എക്സാമ്പിൾ. പിന്നെ അടുത്ത് പറഞ്ഞു ഇഫ് ദർ ഇസ് എ കണക്ഷൻ വിത്ത് ദി പേറ്റന്റ് പ്രോസസ് വജൈനാലിസ് എന്ന് വെച്ചാൽ നമ്മുടെ മുകളിലുള്ള ആ ഒരു സാക്ക് മുകളിലുള്ള ക്യാവിറ്റി ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് കൺജനൈറ്റൽ ഹൈഡ്രോസീൽ. ഇതാണ് എത്തിയോളജി ആൻഡ് പത്തോജനസിസ്. അടുത്ത ടൈപ്സ് പറഞ്ഞു, കൺജനൈറ്റൽ പറഞ്ഞു, ഇൻഫന്റൈൽ പറഞ്ഞു, ഫ്യൂണിക്കുലർ പറഞ്ഞു, എൻസിസ്റ്റഡ് ഹൈഡ്രോസീൽ പറഞ്ഞു, വജൈനൽ ഉണ്ട്, ബൈലോക്കുലർ ഉണ്ട്, പിന്നെ ഹൈഡ്രോസീൽ ഓഫ് ഫേർണൽ സാക്ക്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഹൈഡ്രോസീൽ. പിന്നെ ഞാൻ പറഞ്ഞു ഇതിന്റെ ഹിസ്റ്ററി, സയൻസ്. അപ്പൊ പേഷ്യന്റ് പ്രസന്റിങ് വിത്ത് ബിഗ് പെയിൻലെസ് ആയിരിക്കും, പെയിൻലെസ് സ്വെല്ലിംഗ് ആയിരിക്കും, നോട്ട് റെഡ്യൂസിബിൾ. ഹേർണിയയിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ചില ഹേർണിയസിലൊക്കെ നമുക്ക് റെഡ്യൂസിബിൾ ആയിരിക്കും, പക്ഷെ ഇത് ഈ കണ്ടീഷനിൽ നോൺ റെഡ്യൂസിബിൾ ആയിരിക്കും, കാരണം ഫ്ലൂയിഡ് അല്ലേ, എങ്ങോട്ടും പോകൂല. അടുത്ത ഇതിന്റെ സിംറ്റംസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സിംറ്റംസ്. ഈ സിംറ്റംസ് കേസിനകത്ത് കാണും. ദർ ഇസ് നോ കഫ് ഇംപൾസ്. ഹേർണിയയിൽ കഫ് ഇംപൾസ് പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ എന്തുവാ കഫ് ഇംപൾസ് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു ഗെറ്റ് അബൌട്ട് ദ സ്വെല്ലിംഗ് പോസിറ്റീവ് ആയിരിക്കും, കാരണം സ്ട്രക്ചേഴ്സ് നമുക്ക് ഫീൽ ചെയ്യാം അബൌട്ട് സ്ക്രോട്ടം, അതാണ് അബൌട്ട് സ്വെല്ലിംഗ് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ എന്തൊക്കെ പറഞ്ഞു, ഫ്ലക്ച്വന്റ് ആയിരിക്കും, കാരണം ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട്. ട്രാൻസ് ഇലിമിനന്റ് ആയിരിക്കും, നമുക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്കത് കാണാം. പിന്നെ ടെസ്റ്റിസ് നമുക്ക് സെപ്പറേറ്റ്ലി ഫീൽ ചെയ്യാൻ പറ്റത്തില്ല, അതിൻ കേസ് ഓഫ് പ്രൈമറി. സെക്കൻഡറിയിൽ നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ഇനി ഡയഗ്നോസിസ് എങ്ങനെ? ഒന്നുമില്ല, ഡയഗ്നോസിസ് ബൈ ക്ലിനിക്കലി നമുക്ക് ഡയഗ്നോസ് ചെയ്യാം, പക്ഷെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് USG സ്ക്രോട്ടം ചെയ്യാം. ഓക്കെ, ഇനി ലാസ്റ്റ് ട്രീറ്റ്മെന്റ് പറഞ്ഞു, 3 ഓപ്പറേഷൻസ് പറഞ്ഞു. സ്മോൾ സൈസ് ഹൈഡ്രോസീൽ ആണെങ്കിൽ ലോഡ്സ് ഓപ്പറേഷൻ ചെയ്യും. മീഡിയം ലാർജ് സൈസ് ആണെങ്കിൽ വിൽ ഗോ ഫോർ ജബൗലേസ് ഓപ്പറേഷൻ, ആൻഡ് ഇഫ് യു വാണ്ട് വി കൻ ഓൾസോ ഗോ ഫോർ ശർമ്മ ആൻഡ് ജോവേഴ്സ് ഓപ്പറേഷൻ. ഇനി ഒരു എക്സെപ്ഷൻ ഉണ്ട്, കൺജനൈറ്റൽ ഹൈഡ്രോസീൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഗ്വൈനൽ ഹെർണിയക്ടമി ചെയ്യുന്ന, ഈ ഓപ്പറേഷൻ ഒന്നും ചെയ്തില്ല. ഓക്കെ, ഞാൻ ഇതിന്റെ കേസ് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ വായിച്ചു തരാം. കേസ് A 35-year-old male patient presents with a right-sided scrotal swelling of 2 years duration, progressively increasing painless swelling ആണ്. അപ്പൊ നമുക്ക് ഹൈഡ്രോസീൽ ഓർത്ത് വെച്ചേക്കണം. പിന്നെ എക്സാമിൻ ചെയ്യുമ്പോൾ സ്വെല്ലിങ്ങിന്റെ സൈസ് പറഞ്ഞു, ഇറ്റ് ഇസ് കൺഫൈൻഡ് ടു ദി സ്ക്രോട്ടം എന്ന് വെച്ചാൽ വി ക്യാൻ ഗെറ്റ് അബൌട്ട് ദ സ്വെല്ലിംഗ്. ഹൈഡ്രോസീൽ ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് ആയിരിക്കും. ദർ ഇസ് the surface of swelling is smooth, blah blah, there is no local temperature. Swelling is fluctuant
ഞാൻ പറഞ്ഞല്ലോ, ആൻഡ് ട്രാൻസ്ഇല്യൂമിനന്റ്. റെഡ്യൂസിബിൾ അല്ല, there is no cuff impulse, the testis is not felt separately, percussion it is dull. അപ്പോ പിന്നെ the contralateral testis and genital are normal, there is no evidence. അപ്പോ ഇത്രയും പോസിറ്റീവ് ഫൈൻഡിങ്സ് ആകുമ്പോൾ ഇറ്റ് ഇസ് എ കേസ് ഓഫ് ഹൈഡ്രോസീൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ.